പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒക്ടോബർ 24 വിശുദ്ധ ആൻ്റണി മരിയ ക്ലാരറ്റ് എന്ന ഒരു വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഇദ്ദേഹം ഒരു മെത്രാനായിരുന്നു. ഇദ്ദേഹം തികഞ്ഞ ദൈവഭക്തിയിൽ വളർന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മെത്രാൻ സ്ഥാനം ഏൽക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു നന്മയാണ് മറിയത്തിൻ്റെ വിമല ഹൃദയ സഭ. അത് ക്ലറേഷ്യൻസ് എന്ന് പറയും. അങ്ങനെ ഒരു സന്യാസ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് സഭയ്ക്കും. മാതാവിൻ്റെ ഭക്തനായ ഈ വിശുദ്ധൻ നമുക്കൊരു മാതൃകയാണ്. ഇദ്ദേഹം പറയുന്നൊരു കാര്യം, നിങ്ങൾ സാഹസികമായിട്ട് പ്രാർത്ഥിക്കുക, സാഹസികമായിട്ട് അധ്വാനിക്കുക, സാഹസികമായിട്ട് നിങ്ങൾ സഹിക്കുക. ഇത് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ചെയ്ത ഒരു കാര്യമാണ്. നമ്മൾ മാതാവിനെയും ഈശോയൊക്കെ നോക്കി കാണുമ്പോൾ എത്ര സാഹസികമായിട്ടാണ്, നമുക്കവരുടെ അങ്ങനെ എത്തിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും സാഹസികമായിട്ടാണ് ഈശോയും മറിയൊക്കെ സഹിച്ചതും പ്രാർത്ഥിച്ചതും അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അധ്വാനിച്ചതും. നമുക്ക് ഈ 1 മണിക്കൂർ സമയം ഒന്ന് സാഹസികമായിട്ട്, നമ്മളിങ്ങനെ നോർമലായിട്ടൊക്കെ നിന്നിങ്ങനെ പോവും. നമ്മളിങ്ങനെ പറയും, എനിക്ക് ക്ഷീണമാണ്, യാത്രയൊക്കെ ചെയ്ത് വന്നാണ്. നമ്മളോട് തന്നെ ഭയങ്കര സിമ്പതിയാണ് നമുക്ക്. ആ സിമ്പതിയൊക്കെ കളഞ്ഞിട്ട് നമ്മളോടൊരു കർക്കശമായിട്ട്, ഒരു കാർക്കശ്യമുള്ള ഒരാളെപ്പോലെ നമ്മളെ തന്നെ ഒന്ന് ഈ 1 മണിക്കൂർ ഇവിടെ ഒന്ന് പിടിച്ചിരുത്താവോ, എന്നിട്ട് ശ്രദ്ധയോടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് നിന്ന് ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇന്ന് നന്നായിട്ട് ബലിയർപ്പിച്ചു എന്ന് നമുക്ക് തോന്നും. ഇതൊരു നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റിവെച്ച് അതൊക്കെ ഒരു സഹനമായിട്ടെടുത്ത് കർത്താവിൻ്റെ കൂടെ സഹിച്ചും അധ്വാനിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ഈ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ,
ക്രിസ്തുവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവർത്തികൾ നിരന്തരം ചെയ്യാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആരും മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ. അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനം അനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ ഒരിക്കലും മറക്കുകയില്ല. അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത്. ഞാൻ അങ്ങയുടേതാണ്. എന്നെ രക്ഷിക്കണമേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു: പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്?
എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിൻ്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹ പാലകന് ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളും ഈ വചനമൊക്കെ നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവം നമുക്ക് സുന്ദരമായിട്ട് അവസരം നൽകുക. നമ്മളും ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ദൈവം നമുക്ക് തരുന്ന അവസരമാണെന്ന് എൻ്റെ ഒരു ചിന്തയാണ്. അതിന് ദൈവശാസ്ത്രപരമായിട്ട് ചിലപ്പോൾ ശരിയുണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അതായത് ദൈവം ഒരു സിംഹാസനത്തിലിരിക്കുക, എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഫാക്ടറി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആദ്യം മനുഷ്യനെ, ആദത്തെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ഒരു മനുഷ്യൻ്റെ ഉദരത്തിലല്ല ആദമുണ്ടായത്, അത് നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യൻ്റെ ഉദരത്തിലല്ല, ഗർഭപാത്രത്തിലല്ല ആദമുണ്ടായത്. അപ്പോൾ ദൈവത്തിന് അതൊരു ഓപ്ഷനാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ ഉദരത്തിൽ തന്നെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമ്മളൊരു കുയിൽ മുട്ടയിടുന്നത് കാക്കക്കൂട്ടില, ഇല്ല, കുയിലിൻ്റെ കൂട്ടിലല്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണം എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നേ. എല്ലാം കണ്ണിന് കണ്ണ്, കൈക്ക് കൈക്ക്, ഇതെല്ലാം കൃത്യമായിരുന്നേ. കാരണം ഒരു മെഷീനിൽ ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ. പക്ഷെ നമുക്ക് കുറവുകളുണ്ട്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് നമുക്കുണ്ട്, അത് സ്വാഭാവികമാണ്. നമുക്ക് ദൈവം അവസരം തരുന്നതാണ്. നമുക്ക് അവസരം. ഇപ്പോൾ ഞാനൊരു പുരോഹിതൻ, എനിക്കൊരു യോഗ്യതയുമില്ല. 16 വർഷം പൂർത്തിയായി, എനിക്കൊരു യോഗ്യതയില്ല. ഈ വേളാങ്കണ്ണി പോലുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരു യോഗ്യതയുമില്ല. പക്ഷേ ദൈവം എനിക്കൊരവസരം തന്നതാണ്. അപ്പോൾ നമുക്ക് കുടുംബജീവൻ നയിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നതാണ്. നമ്മളത് പിടിച്ചു വാങ്ങിയതല്ല, നമ്മുടെ കഴിവൊന്നുമല്ല. അത് വിവാഹം കഴിക്കാൻ തടസ്സമുള്ളവർക്കറിയാം, കുഞ്ഞുങ്ങളില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം. അപ്പോൾ ദൈവം തരുന്ന ഒരു അവസരമാണ്. നമുക്ക് മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം അപ്പനും അമ്മയുടെ ഷെയ്പ്പാണ് മക്കൾക്ക്, ഇല്ലേ? പുറമേ ഉള്ള ഷെയ്പ്പ് അപ്പനും അമ്മയുടേതാണ്. അല്ല, ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ശാരീരിക ബന്ധത്തിൽ കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിയുടെ ഷെയ്പ്പ് അപ്പൻ്റെ അമ്മയുടെയും ഷെയ്പ്പായിരിക്കും, ആരുടെയെങ്കിലും ഒരു ഷെയ്പ്പായിരിക്കും. അങ്ങനെയെങ്കിൽ ഇൻറ്റേർണൽ ആസ്പെക്റ്റും അവരുടെ തന്നെ ആകിയാൽ, ഉദാഹരണത്തിന് ഇൻ്റലക്ച്വൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ, ഇങ്ങനെ ഉള്ള ചില അപ്പൻ ദേഷ്യപ്പെടുന്ന ആളെങ്കിൽ മകനും ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആളായിരിക്കാം. അപ്പന് ചിലപ്പോൾ ചെറിയൊരു സ്ലോ ആയിട്ട് പെരുമാറുന്ന ഒരാളാണെങ്കിൽ മകനും ചിലപ്പോൾ സ്ലോ ആയിട്ട് പെരുമാറുന്ന ആളായിരിക്കാം. അപ്പൻ ചിലപ്പോൾ അധികം ആളോട് സംസാരിക്കാത്ത ആളാണെങ്കിൽ മകനും ചിലപ്പോൾ അധികം ആളോട് ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമുക്ക് വരാം. അത് ദൈവം അങ്ങനെ സൃഷ്ടിക്കുന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ഫാക്ടറിയിലായിരുന്നെങ്കിൽ ദൈവത്തിന് നന്നായിട്ട് സൃഷ്ടിക്കാൻ പറ്റിയാണ്. പക്ഷെ ദൈവം അങ്ങനെ വേണ്ട, ഞാൻ നിങ്ങൾക്കൊരവസരം തരികയാണ്. നമുക്കവസരം തരുമ്പോൾ ദൈവത്തിന് ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നൊരു കാര്യം ഭംഗിയല്ലാതെ വരുമ്പോഴും ദൈവം അത് ഏറ്റെടുക്കുക, ദൈവം അത് സഹിക്കുക. അത് ദൈവത്തിന് ഭംഗിയായിട്ട് ചെയ്യാവുന്നൊരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മളിലൂടെ ചെയ്യുമ്പോൾ അത്ര ഭംഗിയാകുന്നില്ല. എന്നിട്ടും അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. അതാണ് കരുണ, ദൈവത്തിൻ്റെ കരുണയാണത്, ദൈവത്തിൻ്റെ കരുണ. ഇന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം അത് 19-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ ഇച്ഛിക്കാത്ത നന്മയാണ് ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ്, ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തു പോകുന്നത്. അത് ദൈവത്തെ പറഞ്ഞിട്ട്, മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചപ്പോൾ ഇങ്ങനെയുള്ള കുറവുകളോടുകൂടി തന്നെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത്, ദൈവം നമ്മളെ ഭൂമിയിലേക്ക് വരാൻ അനുവദിച്ചത്. അതുകൊണ്ട്
നമുക്ക് പലപ്പോഴും നമുക്ക് മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ടാകും, പക്ഷെ പലതും നടക്കുന്നില്ല. ഇത് സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പൗലോസ് അപ്പോസ്തലൻ ഇത് മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെയാണ്: ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. അപ്പം നമുക്കിങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. അതിലൊരു ഡിഫക്റ്റായിട്ട് വേണമെങ്കിൽ പറയാം, നമുക്കിങ്ങനെ അറിവ് കേട് നമ്മുടെ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം, കർത്താവ് അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് തോന്നിയതുപോലെയൊക്കെ ചെയ്യാം. അങ്ങനെ സിവിൽ നിയമം അനുസരിച്ചിട്ട് വ്യഭിചാരം രണ്ടുപേര് പരസ്പര സമ്മതത്തോടെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. കർത്താവിൻ്റെ നിയമങ്ങളില്ല എങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ തോന്നിയതുപോലെ ചെയ്യും. കർത്താവിൻ്റെ നിയമം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നാനെ? ഒരു ദൈവഭയം പോലും ഉള്ളത് കർത്താവിൻ്റെ നിയമം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കണം. ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. അവസരം തന്നത് അത് നമ്മുടെ ഒരു സൗകര്യമായിട്ട് നമ്മൾ കരുതാൻ പാടില്ല. ഇങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ ലൂക്കായുടെ സുവിശേഷത്തിലും കാണുന്നൊരു കാര്യമാണ്. ചില നഗരങ്ങൾ നോക്കി, അത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. അനുതപിക്കാത്ത നഗരങ്ങൾ. കൊറാസിൻ നിനക്ക് ദുരിതം, ബത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. ഒരു കുടുംബജീവിതം കിട്ടിയ ഒരാൾ, നല്ല മക്കളൊക്കെ കിട്ടിയ ഒരാൾ വിവാഹേതര ബന്ധം പുലർത്തുകയാണെന്ന് കരുതുക. അത് ശരീരത്തിൻ്റെ നിയമമാണ്. ദൈവത്തിൻ്റെ നിയമമല്ല, ശരീരത്തിൻ്റെ നിയമം. വിവാഹം ഉടമ്പടി നൽകി ദൈവം ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് തോന്നിയതുപോലെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, വ്യഭിചാരം തെറ്റാണോ? പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നത് തെറ്റല്ലല്ലോ. അങ്ങനെയാണല്ലോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു കത്തോലിക്ക വിശ്വാസി പറയുന്ന. അപ്പോൾ അത് അയാളുടെ നിയമം. അപ്പം ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട്, കുടുംബജീവിതം എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ട് നമ്മൾ വിവാഹേതര ബന്ധങ്ങൾ, പഴയ കാമുകനോടോ കാമുകിയോടോ ബന്ധം പുലർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മോട് പറയും കൊറാസിൻ, ബത്സയിദ നിനക്ക് ദുരിതം എന്ന് പറയുന്ന പോലെ നിനക്ക് തന്ന വിവാഹ ജീവിതം കിട്ടാതെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരിത് പൊന്നുപോലെ ആ വിവാഹ ജീവിതം കൊണ്ടു നടക്കുമായിരുന്നു. നിനക്ക് തന്ന കുട്ടികളെ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളില്ലാതെ കരയുന്ന കുടുംബങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നെങ്കിൽ അവരെത്ര പൊന്നുപോലെ നോക്കുമായിരുന്നു. അതാണ് ഇതിങ്ങനെ ധ്യാനിക്കണം. ദൈവം നമുക്ക് ചാൻസ് തന്നതാണ്. ദൈവത്തിന് മനുഷ്യരെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ നമ്മളിലൂടെ ചെയ്ത ഒരു കാര്യം ദൈവത്തിന് വേറെ ആളുകളെ വെച്ച് വേറെ വഴികളിലൂടെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നിട്ടും പാപികളും നിസാരരുമായ നമുക്ക് ദൈവം ചാൻസ് തന്നതാണ്. ഈ ചാൻസ് നമ്മൾ ദുരുപയോഗം ചെയ്യരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ തോന്നിയവാസമൊക്കെ ഉണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ വാസനയുണ്ട്. നമുക്ക് തോന്നിയതുപോലെ ചെയ്യണം. ഇപ്പം തോന്നിയ പോലെ ചെയ്ത് ഇങ്ങനെ മക്കളെ പോകല്ലടാ എന്ന് പറയുമ്പോൾ കൂട്ടുകാർ വിളിക്കുന്നിടത്തേക്ക് പോയി തോന്നിയ പോലെയൊക്കെ വാഹനമോടിച്ച് അപകടത്തിലൊക്കെ പെടുമ്പോഴാണ് ചിലവർ മനസ്സിലാക്കുന്നത് അപ്പനും അമ്മയും പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ആ സമയത്ത് അവൻ്റെ നിയമം അവൻ്റെ മനസ്സിൽ തോന്നിയതാ, അവൻ്റെ കൂട്ടുകാർ വിളിച്ചതാ അവൻ്റെ നിയമം, അപ്പനും അമ്മയും പറഞ്ഞതല്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. നമുക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു. അതാണ്, അതിനൊരു മാറ്റമുണ്ടാകണം. നമ്മളത് മനസ്സിലാക്കണം. എനിക്കെൻ്റെ ശരീരത്തിൻ്റെ വാസനകളുണ്ട്. കാരണം
എനിക്ക് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച്, കയ്യും കാലില്ലാതെ ജനിക്കുന്നവരുണ്ട്, അതുപോലെ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പ്രത്യക്ഷത്തിൽ കല്യാണം പോലും കഴിപ്പിക്കാൻ പറ്റാത്തവർ. അപ്പം നമുക്ക് നമ്മുടെ കുറവുകൾ, ഉള്ളിലുള്ള കുറവുകളാണ്, ആർക്കും അറിയാൻ പാടില്ല. കല്യാണം കഴിച്ചാൽ ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് കല്യാണം തന്നു, എന്നിട്ടും നമ്മൾ അത് ദുരുപയോഗം ചെയ്താലോ? അത് നമ്മുടെ അഹങ്കാരമാണ്. അത് ദൈവത്തിൻ്റെ കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഞാനിങ്ങനെ നമ്മുടെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ധൂർത്തപുത്രൻ തെറ്റ് ചെയ്തു. ധൂർത്തപുത്രൻ ഇതുപോലെ ആരോ വന്ന് വിളിച്ചതായിരിക്കാം, നീ സ്വത്തെല്ലാം വാങ്ങിച്ച് റെഡിയായി നിൽക്ക്, നമുക്ക് പോകാം, നമുക്കിവിടെ ഈ വീട്ടിൽ കിടന്നിട്ട് കാര്യമില്ല, നമുക്ക് അടിച്ചു വിളിക്കാം. അങ്ങനെ അവൻ്റെ നിയമത്തിനനുസരിച്ച് പോയി. പിന്നീട് അവന് മനസ്സിലായി, ഇതല്ല എൻ്റെ നിയമം, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരപ്പനുണ്ട്, അപ്പൻ്റെ നിയമമുണ്ട്, അത് ഞാൻ പാലിക്കണം. അപ്പൻ്റെ വീട്ടിലെ ദാസന്മാർ പോലും നിയമമനുസരിച്ച് ജീവിക്കുമ്പോൾ ഞാൻ മകൻ ഇങ്ങനെ നിയമമനുസരിക്കാതെ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാതെ ജീവിക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നു. അതാണ് അപ്പോൾ അവന് പറയാൻ സാധിക്കും, റോമ 7:19, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോയത്. അത് യഥാർത്ഥത്തിലുള്ള അനുതാപമാണ്. പക്ഷെ കൂടെ നിന്ന മൂത്ത മകൻ, അവൻ അപ്പൻ്റെ കൂടെ നിന്നിട്ടും അവന് മനസ്സിലായിട്ടില്ല. അവൻ്റെ നിയമമുണ്ട്, അവൻ ദൈവത്തിൻ്റെ നിയമം, അപ്പൻ്റെ നിയമം പാലിക്കുന്നു എന്ന് വേചേന അപ്പൻ്റെ കൂടെ നിന്നിട്ടും അപ്പൻ്റെ നിയമം പാലിച്ചിട്ടില്ല. അപ്പനെ നിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞൊരു ബഹുമാനമില്ലാതെ സംസാരിക്കുമ്പോഴും ഇതുപോലെ രണ്ട് കഥാപാത്രങ്ങളാണ്, നല്ല കള്ളനും മറ്റേ കള്ളനും. മറ്റേ കള്ളൻ അവന് കിട്ടിയ അവസരം, അവൻ ഈശോയെ ദുഷിച്ചു പറഞ്ഞു. ഈശോ വല്ല തെറ്റും ചെയ്തോ അവനോട്? ഈശോയെ ദുഷിച്ചു പറഞ്ഞു. മറ്റേ നല്ല കള്ളൻ പറഞ്ഞു, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ കുരിശിൽ കിടക്കുന്നത്. കർത്താവേ, അങ്ങ് പർദീസയിലെത്തുമ്പോൾ എന്നെ ഓർക്കണം. ഇത് അവൻ പെട്ടെന്ന് തന്നെ കള്ളനായി ജീവിച്ചവൻ, ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് അവൻ ഇഷ്ടമുള്ളതുപോലെ നടന്നവൻ, കുരിശിൽ കിടക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് വന്നത് കണ്ടോ? ഇനി രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയില്ല, ഒരു ഫരിസേയനും ചുങ്കക്കാരനും. ഫരിസേയൻ അവൻ്റെ ഇഷ്ടത്തിനാണ് അവൻ പ്രാർത്ഥിച്ചത്. ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവൻ തോന്നിയതുപോലെ പ്രാർത്ഥിച്ചു. പക്ഷേ ആ ചുങ്കക്കാരൻ ദൈവഹിതമനുസരിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റാൻ പറ്റിയ ഒരു കാര്യമാണ് അനുതാപം. പാപിയായ എന്നോട് കരുണ കാണിക്കണമേ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ മാറത്തടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതാണ് അവൻ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് വന്നു. ഇത് നമ്മൾ പഠിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമാണ്, റോമ 7:24, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ ഭാഗ്യം കെട്ട മനുഷ്യനാണ്. അതായത് എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഈ ബലഹീനതയെ നമ്മൾ പറയണം. ഇത് പൗലോസ് അപ്പോസ്തലൻ സാവൂളായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് നിലത്തിട്ടടിച്ച് വീഴ്ത്തി. അങ്ങനെ വീഴ്ത്തിയപ്പോൾ ബോധമുണ്ടായി. അപ്പോൾ ഉടനെ ചോദിച്ചത്, കർത്താവേ അങ്ങ് ആരാണ്? ഞാൻ എന്ത് ചെയ്യണം കർത്താവേ എന്നാണ് ചോദിച്ചത്. ഉടനെ കർത്താവിൻ്റെ നിയമത്തിലേക്ക് വന്നത് കണ്ടോ? ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് കർത്താവിൻ്റെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചവൻ അങ്ങനെ ഒരു അടി കിട്ടിയപ്പോൾ അവൻ ഉടനെ തന്നെ കർത്താവിന് കീഴ്പ്പെടുന്നവനായിട്ട് വന്നു. അങ്ങനെയുള്ളവനെ കർത്താവ് റെക്കമെൻഡും ചെയ്തു. ഇവനെ കൂട്ടുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ദൈവം പറയും, ഈശോ പറയും, ഞാൻ വിജാതിയരുടെ ഇടയിൽ വചനം പ്രഘോഷിക്കാൻ, എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് ഞാൻ. അതുപോലെ ദൈവം നമ്മൾ റെക്കമെൻഡ് ചെയ്യും. നമുക്ക് കുറവുകളുണ്ടെങ്കിലും കുറവുള്ള സാവൂളിനെ കർത്താവ് റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നത് കണ്ടോ? ഇതുപോലെ ദൈവം ഉയർത്തിക്കൊണ്ട് നമുക്കുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് തിരിച്ചറിവ് വേണം. കാലാവസ്ഥ തിരിച്ചറിയാൻ നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷം അതല്ലേ. പക്ഷെ കാലം മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക്. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മളത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പോക്ക് ശരിയാണ് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് കുറവുണ്ട്, എന്നെ ദൈവം കരുണയോടെ എടുത്തുയർത്തിയതാണ്, എനിക്ക് അഹങ്കരിക്കാൻ ഒരു വകയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് ദൈവത്തിന് മുമ്പിൽ നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ എല്ലാം എൻ്റേതാണ്, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കാരിയെപ്പോലെ ജീവിക്കരുത്. അതാണ് നമുക്ക്. അതുകൊണ്ട് ഈ ഒരു തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം കരുണയോടെ നീട്ടിവെച്ച ജീവിതം, കുടുംബജീവിതം, കുറവുകളുണ്ടാകാം, നമ്മുടെ ബലഹീനത എല്ലാം, എന്നിട്ടും നമുക്ക് കുറവുണ്ടായിട്ടും കുറവുള്ള കാര്യങ്ങളെ ഈ കുടുംബജീവിതത്തിൽ നിന്ന് ഉണ്ടാകൂ എന്നറിഞ്ഞിട്ടും നമ്മളെ കുടുംബജീവൻ തന്നെങ്കിൽ, നമ്മളൊരു ദൗത്യമേൽപ്പിച്ചെങ്കിൽ ദൈവം എത്രയോ കരുണാമയനാണ്.
ആ കരുണാമയനായ ദൈവത്തിൻ്റെ ആ കാരുണ്യത്തെ നമുക്ക് തിരിച്ചറിയാം. ഇനി എൻ്റെ പൊന്നേശു നാഥനേകിടും സ്നേഹത്തിൽ നിന്നുമെന്നെ വേർപെടുത്തിയിടുവാനാർക്കു സാധ്യമായി. ക്ലേശമോ മൃതിയോ ആപത്തോ വാളോ അകറ്റിയിടുകില്ല ഇതു നിശ്ചയം. ഇനി വീഴ്ച വന്നാൽ മരിക്കട്ടെ ഞാൻ, മാറില്ലി വാക്ക് അന്ത്യം വരെ. ഇനി എൻ്റെ പൊന്നേശു നാഥനേകിടും സ്നേഹത്തിൽ നിന്നുമെന്നെ വേർപെടുത്തിയിടുവാനാർക്കു സാധ്യമായി. ഞാനെത്ര ദുർഭഗനായി പോയി ഗുരോ, നീ എത്ര കരുണാനിധിയൻ അറിയാതെ ഞാൻ ചങ്കിലെ ചോര വീണ്ടെടുത്തെന്നെ, ചങ്കിലെ ചോര വീണ്ടെടുത്തെന്നെ. ആ സ്നേഹമായി എൻ്റെ സർവസ്വവും ഇനി എൻ്റെ പൊന്നേശു നാഥനേകിടും സ്നേഹത്തിൽ നിന്നുമെന്നെ വേർപെടുത്തിയിടുവാനാർക്കു സാധ്യമായി. ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് മാറാതെ നിന്ന പരിശുദ്ധ മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് സ്വർഗം വിളിച്ചിട്ടും സ്വയം ഇതാ കർത്താവിൻ്റെ ദാസിയും എന്ന് മാത്രം പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടു നിന്ന പരിശുദ്ധ മറിയമേ, ഉന്നതമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും കുടുംബജീവിതം പോലുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള കൃപ ലഭിച്ചിട്ടും കർത്താവേ, അത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് ചിന്തിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് ചിന്തിക്കാൻ, മറിയത്തോടൊപ്പം ചിന്തിക്കാൻ കർത്താവേ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. ആത്മദാനമായി നൽകാൻ അപ്പവും വീഞ്ഞും ആശീർവദിച്ചനാ കൈകളിൽ നാദാടുന്നു എങ്കിലേ പൂർണ്ണമായി കൈക്കൊള്ളണേ യേശു നൈവേദ്യമാ, കൈക്കൊള്ളണേ യേശു നൈവേദ്യമാ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ ഈ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹത്വത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ.
കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞും വിണ്ടലവൂ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റും നന്ദിയുമായി ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും അക്കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ആൻ്റണി മരിയ ക്ലാരറ്റിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ.
അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും
കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.